ഹായ്, ഗുഡ് മോർണിംഗ്. പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിന് മുന്നേ ഗ്ലോബൽ ന്യൂസാണ് മാർക്കറ്റിനെ ഡ്രിവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ ഇഷ്യൂസിൽ വെടിനിർത്തൽ കരാറിനുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്ന ഇന്ത്യ പാക്കിൻ്റെ ഇടയിലും ഇസ്രായേലിൻ്റെ ഇടയിലൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പീസിനുള്ള നൊബൽ പ്രൈസിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടില്ല, ട്രംപ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളത്. പാകിസ്ഥാൻ പറഞ്ഞിട്ട് ചെയ്തു എന്നുള്ളതാണ് അവിടെ സംസാരിച്ചത്. ഇസ്രായേലും ഇറാനും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഡൊണാൾഡ് ട്രംപിന് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് അതിന് ഭയങ്കര പ്രഷർ ചെയ്യാനുള്ളൊരു സിറ്റുവേഷനുണ്ട്. പേഴ്സണൽ സെൻട്രിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ എന്ന് പറയുന്നത്. സോ അത്രയും മുന്നേ തൊട്ട് പറയാറുണ്ട്, അത്രയും അഡമൻ്റായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ പവർ കിട്ടുമ്പോൾ അതിൻ്റേതായ പ്ലസ്സും മൈനസും ഉണ്ട്. സോ ഇതൊരു പ്ലസ് ആയിട്ട് വേണമെങ്കിലും പറയാം. ഒരു വാറിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ അത്രത്തോളം എഫേർട്ട് എടുക്കുമായിരിക്കാം. ചിലപ്പോൾ ക്രെഡിറ്റ് മാത്രം എടുത്തിട്ട് പോയേക്കാം. വാട്ട് എവർ ഇറ്റ്സ് പൊളിറ്റിക്സ്, അത് നമുക്ക് ആവശ്യമുള്ള ഒരു പരിപാടിയല്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ നമ്മളെപ്പോഴും, ഞാൻ മുന്നേയും പറയാറുണ്ട്, നമ്മൾ മാർക്കറ്റിനെ മാത്രമല്ല, മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന പൊളിറ്റീഷ്യൻസിൻ്റെ മൈൻഡ് സെറ്റ് കൂടെ പഠിച്ചിരിക്കണം എന്ന് പറയാറുണ്ട്. സോ അതാണ് ഞാനവിടെ പറയുന്നത്. പുള്ളിക്കാരൻ്റെ മൈൻഡ് സെറ്റ് ആലോചിക്കുമ്പോൾ ഇതിന് പുള്ളിക്കാരൻ എഫേർട്ട് ഇടാനുള്ള സാധ്യതയുണ്ടെന്നും അത് ഉടനെ വരാനുള്ള ഒരു സാധ്യത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ വരട്ടെ എന്നുള്ള ആ ന്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. സോ അതുവരെ ഒരുപാട് പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും നമ്മൾ പുതിയ പൊസിഷൻ എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. മാർക്കറ്റ് പക്ഷേ അതിന് മുന്നേ കയറി. ഇന്ന് മാർക്കറ്റ് നന്നായി ഇന്നലെ കയറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ US മാർക്കറ്റ് നന്നായിട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഈ ഒരു ന്യൂസ് വരുന്നത് US മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് മാർക്കറ്റ് പെട്ടെന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ അതിനെ പിൻപറ്റി പോകുമ്പോൾ മാർക്കറ്റ് പെട്ടെന്ന് മദർ മാർക്കറ്റ് ഫ്രണ്ടിലേക്ക് ഒരുപാട് കയറി പോവുകയും നമ്മൾ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഇന്ന് ഹയർ പ്രൈസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് നമുക്കറിയാം ഈ ന്യൂസ് റിയലാണ് എന്നുണ്ടെങ്കിൽ നാളെ US മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലായിരിക്കും ഓപ്പൺ ചെയ്യുക. ഇല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഹെവി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ആ മൊമെൻറ്റം ക്യാച്ച് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അത് നേരത്തെ അതിനെങ്ങനെ ക്യാച്ച് ചെയ്യാം, എങ്ങനെ കാശുണ്ടാക്കാം എന്നുള്ളതായിരിക്കും അവിടെ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അഗ്രസീവായിട്ടുള്ളൊരു മൊമെൻറ്റം വരാൻ സാധ്യതയുണ്ട്. പേഴ്സണലി ഞാൻ ലാർജ് ക്യാപ്പിനകത്തുള്ള നല്ല സ്റ്റോക്സിനകത്ത് ചിലപ്പോൾ ഇന്ന് പൊസിഷൻസ് എടുത്തേക്കാം. ലൈക്ക് SBI അധികം മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. ആക്സിസോ ICICI ബാങ്കോ HDFC ബാങ്കോ ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തേക്കാം. അതുപോലെ എന്തെങ്കിലും ഒരു ഇൻഫി പോലുള്ള എന്തെങ്കിലും സ്റ്റോക്ക് ചിലപ്പോൾ ബൈ ചെയ്തേക്കാം. SL ടെക് പറഞ്ഞിട്ടുണ്ട്, ടെക്കും നമ്മുടെ ഗ്രൂപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഒരുപാട് സ്റ്റോക്സ് ഓൾറെഡി കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എവിടെയെങ്കിലും ഒരു ഫണ്ട് ഡെപ്പോസിറ്റ് ആയിരിക്കാം ഞാൻ മോസ്റ്റ്ലി ചിന്തിക്കുക. കുറച്ച് തിരക്കുകളുടെ ഇടയിൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക് കുറച്ച് കാര്യങ്ങളിൽ ഈ പുതിയ ബാച്ചിൻ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വർക്കിലേക്ക് ഇറങ്ങണമെങ്കിൽ അത് അത്രത്തോളം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അടുത്ത കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ബിസി ആയിരിക്കും. പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് മോസ്റ്റ്ലി പ്രീ മാർക്കറ്റ് ഇടാനുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ അടുത്ത ജൂലൈയിലായിരിക്കും തിരിച്ചടുത്ത് ഇനി ഡേ ട്രേഡിങ്ങിലേക്ക്. ഞാൻ ഇന്നലെ കഴിഞ്ഞൊരു 3 ദിവസത്തിനിടയിൽ ഏകദേശം 5-6 ട്രേഡ് ഗ്രൂപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ഒരു ട്രേഡൊക്കെ 160-200 പോയിൻറ്റിന് മുകളിൽ കയറി പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് എ സെക്കൻഡ്, ഇന്നലെ ഞാനൊരു സെൻസെക്സിലൊരു സൈഡ് ഒരു ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്നിട്ട് ഇതിലൊരു ചെറിയൊരു സ്മോൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒരു ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നല്ലൊരു ട്രേഡ്. ഞാൻ ഇതല്ല പറഞ്ഞത്, ഇതിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് 81,900 ആണ്. ഞാനവിടെ പറഞ്ഞത് 81,700 CE ആയിരുന്നു. നല്ല മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 120 പോയിൻറ്റോളം കിട്ടി. അതിനുശേഷം അത് ഓൾമോസ്റ്റ് 200-250 പോയിൻറ്റിന് മുകളിൽ കയറിയിട്ടുണ്ട്. ആ പ്രീമിയത്തിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു മൊമെൻറ്റം ആയത് അറൗണ്ട് 800 അടുപ്പിച്ച് പോയിട്ടുണ്ട്. ഞാൻ പറയുന്ന 360 എങ്ങാണ്ടാണ്, 500
500 പോയിൻറ്റോളം പ്രീമിയം പോയിട്ടുണ്ട്. ഞാനൊരു മണിക്കൂറിനകത്ത് ട്രേഡ് ചെയ്ത് മാറുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ആ ട്രേഡ് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്ത ഒരു വ്യക്തിക്ക് നല്ലൊരു മൊമെൻറ്റ് കിട്ടിയിരിക്കും. നമുക്ക് അത്രയും പോലും വേണ്ട, നമുക്കൊരു 100-120 പോയിൻറ്റ് ആ റിയൽ ടൈമിൽ ഞാൻ ക്ലോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ റിയൽ ടൈമിലെ ലാഭം പോലും മതി. നമ്മളൊരു 5 ലോട്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം മാന്യമായിട്ടുള്ള ലാഭം അതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ P&L ഷെയർ ചെയ്യുന്ന പരിപാടി നടത്തിയിട്ട് കുറച്ച് ദിവസമായി. സോ നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ളതാണ് എത്ര ലോട്ട് എടുക്കാൻ പറ്റും, അതിനകത്ത് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അടുത്തത് ഓക്കെ, ഇതാണ് ഇന്നലത്തെ ലെവൽസ് പറഞ്ഞിരുന്നത്. ഇന്നലത്തെ ലെവൽസിൽ അത്യാവശ്യം നല്ല മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ചാർട്ട് വലിയ മൊമെൻറ്റം കാണിച്ചു തന്നുകൊണ്ടാണ് നിങ്ങൾക്ക് അതവിടെ ഫീൽ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഓൾറെഡി നല്ല മൊമെൻറ്റം അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഡബിളായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തൽക്കാലം നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അടുത്തത് ഇന്നത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസ് കാരണം നമ്മുടെ മാർക്കറ്റ് വളരെ ബുള്ളിഷ് ആവാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. സോ അത് ഈ പറഞ്ഞ നമ്മുടെ വെഡ്ജിൽ നിന്നൊരു ഡ്രോപ്പ്, ഇതൊരു എന്താ പറയുക, ഇൻഡെസിഷൻ ക്യാൻഡിൽ. മാർക്കറ്റ് ഇവിടെ എങ്ങാനും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അതിൻ്റെ പ്രീവിയസ് ഹൈ ആയിട്ടുള്ള ഈ ഒരു ഏരിയ, അടുത്ത റെസിസ്റ്റൻസ് 25-40, ഞാൻ സ്ഥിരം പറയുന്ന നമ്പർ, അതിന് മേളിൽ 25,600 റേഞ്ചിലേക്ക് അടുത്തൊരു മൊമെൻറ്റം കാണാൻ സാധ്യതയുണ്ട്. നമ്മുടെ മാർക്കറ്റ് അങ്ങനെ ക്യാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നല്ല മാർക്കറ്റായിരിക്കും. ഞാൻ ഇന്ന് അവൈലബിൾ അല്ല സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ സൈഡ് തന്നെ നിങ്ങൾക്ക് നോക്കാം, നിങ്ങളുടേതായ കൺവിക്ഷൻ ഉള്ളപ്പോൾ മാത്രം. ഇതേ സൈഡ് ഇന്നലെ ഞാൻ പറഞ്ഞ അതേ ട്രേഡ് തന്നെയാണ്, സെയിം സംഭവം. ഇതിപ്പോൾ 900 ആണ്, 700 നോക്കാം, 900 ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ നോക്കുക. നല്ല ട്രേഡ് ഉണ്ടെങ്കിൽ ഒരു 30 പോയിൻ്റ് SL കീപ്പ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ കൺവിക്ഷൻ. ഞാൻ പറയുന്നതൊക്കെ ഐഡിയാസ് മാത്രമാണ്. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഡയറക്ഷനായിട്ടല്ല പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് വന്ന് ഓരോ ആളിനും പറഞ്ഞു തരാൻ പറ്റണമെന്നില്ല. ഈ ഒരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് സാധാരണ സ്റ്റോക്ക് മാർക്കറ്റ് യൂട്യൂബേഴ്സിൽ നിന്ന് വ്യത്യാസം വരുത്തുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി തരുത്തുക എന്നുള്ളത് തന്നെയാണ്. മാർക്കറ്റ് ഇങ്ങനെയായിരുന്നു, മാർക്കറ്റ് അങ്ങനെയായിരുന്നു, അങ്ങനെ സംഭവിച്ചേക്കാം, ഇങ്ങനെ സംഭവിച്ചേക്കാം എന്ന് പറയുന്നതിന് പകരം മാർക്കറ്റിൽ ഇങ്ങനെ ഒരു മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ ട്രേഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് ക്ലാരിറ്റിയോടെ പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാനവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ് എല്ലാവരും മാർക്കറ്റിനകത്ത് ആ ഒരു ലൂസിങ് സ്ട്രീക്കിലേക്ക് പോകുന്നത്. എടുക്കുക, SL ചിലപ്പോൾ ഹിറ്റ് ചെയ്യും. മാർക്കറ്റ് ആകുമ്പോൾ SL ഹിറ്റ് ചെയ്യുന്നത് സ്വാഭാവികം തന്നെയാണ്. SL ഹിറ്റ് ചെയ്യട്ടെ, നല്ല ലാഭം വരുമ്പോൾ അതിനെ കവർ ചെയ്ത് കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വലിയൊരു വീഡിയോ ആയിട്ട് പോകുന്നുണ്ട്. ബിക്കോസ് എനിക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ അതിനെ ക്ലിയർ ആയിട്ട് പറയുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് 24-40 മേളിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ നോർമലായിട്ടുള്ളൊരു മാർക്കറ്റിലേക്ക് പോവുകയും ഈ ന്യൂസ് സബ്സൈഡ് ചെയ്യുകയാണെങ്കിൽ ഇൻ കമ്മിങ് ഡേയ്സ് ഈ ന്യൂസ് സബ്സൈഡ് ചെയ്ത് പോകുന്നു, വാറ് ഒരു ഒതുങ്ങി എന്നാണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കയറി. ആദ്യത്തെ ഒരു 2 ക്യാൻഡിൽ വളരെ പവർഫുള്ളായിരിക്കും. എന്നിട്ട് മാർക്കറ്റ് വലിയ കൺസോൾട്ടേഷൻ പോലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒന്ന് സ്ലോ ചെയ്തിട്ട് പെട്ടെന്നത് കയറി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ദയവേത് ഒരു ഞാൻ ബിഗിനർ എന്ന് പറയുന്ന ഒരു 2 വർഷത്തിന് താഴെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് ഒരിക്കലും ഓപ്ഷൻസിനകത്ത് പോയി ട്രേഡ് ചെയ്യരുത്. മാർക്കറ്റിലെ മൊമെൻറ്റം ഇപ്പോൾ ഈ ഒരു ട്രേഡിൽ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ട്രേഡ് ഇവിടെ ഒരു 300 ഒരു ട്രേഡ് എടുത്തു എന്ന് വെച്ചേക്കുക. ഇത് 600 എടുത്തു. അത് ഓൾമോസ്റ്റ് ക്യാപിറ്റൽ ഡബിൾ ആയ ഒരു വ്യക്തിക്ക് പോലും നമുക്ക് അത്രയൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. 30-40% ഒക്കെ ആയിരിക്കും നമ്മൾ എടുത്തിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഹാപ്പിലി ഓക്കെ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ നമ്മൾ ഒരു ട്രേഡ് എടുത്തു, നമ്മൾ അടുത്തൊരു ബ്രേക്കൗട്ടിലൊരു ട്രേഡ് എടുത്തു, ഈ ട്രേഡിൽ നമ്മളെങ്ങാനും ട്രാപ്പായി പോയാൽ ഓൾമോസ്റ്റ് ക്യാപിറ്റലിലെ 50% ഡ്രോ ഡൗൺ ആണ്. ഇത് ഒരു മണിക്കൂറത്തെ കാര്യമാണ് പറയുന്നത്. സോ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതിന് ഒരുപാട് വെറൈറ്റി ഓഫ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻ്റ് ഉണ്ട്. അത് വളരെ ടഫായിട്ടുള്ളൊരു സാധനമാണ്, തമാശയല്ല ആ ഒരു സാധനം. അപ്പോൾ ഓപ്ഷൻ ബയ്യറിന് അത് ചിന്തിച്ചെടുക്കാനുള്ള ഒരു സമയം മാർക്കറ്റ് തരത്തില്ല. നമ്മുടെ പ്രശ്നമല്ല, മാർക്കറ്റ് അങ്ങനെയാണ്. മാർക്കറ്റ് ഇറാഷണലായിട്ട് ബിഹേവ് ചെയ്യും, നമ്മളെ
കിക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ലിറ്ററലി അവർ പെട്ടെന്ന് ചെയ്യും. സോ അത് ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ജീവിതത്തിൽ പഠിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് വരാൻ ആദ്യം എന്താണ് മാർക്കറ്റെന്ന് നമ്മൾ 2 വർഷത്തോളം പഠിക്കണം. സ്വിംഗ് ട്രേഡിങ്ങിലൂടെയൊക്കെ നമ്മളത് പഠിച്ച് വരണം. പിന്നിട്ട് മാർക്കറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. ഒരുപാട് ടൈം വെറുതെ പോകുന്നുണ്ട്. വെറുതെ അല്ല, ഞാൻ കാര്യമായിട്ട് പറയുന്നതാണ്. 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റിൻ്റെ ലെവൽസ് ഞാൻ പറഞ്ഞു. ഈ ഇൻഡസ്ട്രിന് മേളിൽ 25,000 മേളിൽ, 25 100 മേളിൽ, 25 240, 25 400 റേഞ്ച്, 600 റേഞ്ച് നമുക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. താഴേക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് 24 800, അതിനുശേഷം 24 600 എന്ന 2 ലൈൻസ്. അതുപോലെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾ നോക്കിക്കോ, ആദ്യത്തെ അരമണിക്കൂറിനകത്ത് ഏതൊക്കെ സ്റ്റോക്ക് നല്ല മൊമെൻറ്റം തരുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ചും നിഫ്റ്റി 50 50 സ്റ്റോക്സ് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡർ ആദ്യത്തെ 10 സ്റ്റോക്കിൽ 5 മുതൽ 10ാമത്തെ സ്റ്റോക്ക് വരെയുള്ള സ്റ്റോക്സിൽ ഹൈ മൊമെൻറ്റം കിട്ടും. അതിനകത്ത് നിങ്ങൾ നോക്കുക, അത് തന്നെ ആയിരിക്കും ബെറ്റർ. ഓക്കെ, ഇന്ത്യയുടെ ഹെവി വെയ്റ്റ് സ്റ്റോക്സിന് 5 എണ്ണത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ അതിനെ വിട്ടിട്ട് 5 മുതൽ 10 വരെയുള്ള സ്റ്റോക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇന്നലെ സീലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറ്റ ദിവസം കൊണ്ട് 12% കയറിയത്. ഞാൻ പറഞ്ഞതല്ല, ഗ്രൂപ്പിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 142 മേളിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടെങ്കിൽ 152 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 രൂപയുടെ ടാർഗറ്റ്, 10% അത് കയറിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ 12.5% കയറിയിട്ടുണ്ടായിരുന്നു. ഇനിയും മൊമെൻറ്റം വന്നേക്കാം. ഓക്കെ, പല സ്റ്റോക്സും അണ്ടർ വാല്യൂഡ് ആണ്. SBI, ICICI ബാങ്ക്, ആക്സിസ് ബാങ്കൊക്കെ അണ്ടർ വാല്യൂഡ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് വാച്ച് ചെയ്ത് നോക്കാം. ഇൻഫോസിസ് അതുപോലെ തന്നെ 1600 താഴെ നിൽക്കുകയാണ്. ഓക്കെ, റിലയൻസ് നമ്മുടെ സ്ഥിരം പറയുന്ന 1560 മേളിൽ. ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിലും വാച്ച് ചെയ്തോ, സ്വിംഗ് ട്രേഡർ ആണെങ്കിലും വാച്ച് ചെയ്തിരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലാണ്. അവിടെ തന്നെയാണ് നിൽക്കുന്നത്. 1440 to 1460 ഇതിന് മുന്നേ റെസിസ്റ്റൻസ് വന്നിരിക്കുക. ഞാനിപ്പോൾ ചാർട്ട് കണ്ടിട്ടല്ല പറയുന്നത്, പക്ഷേ അതാണ് അതിൻ്റെ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ നോക്കുക, ഗ്രൂപ്പിനകത്ത് ഡൗട്ട് ചോദിക്കുക. അഫ്സലും അർജുനും ഒക്കെ ഉണ്ടാവും. ഞാൻ വൈകുന്നേരങ്ങളിൽ ഞാൻ കാണും. മോർണിംഗ് ടൈമിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കുറവാണ്. ഞാൻ ഇതുപോലെ പുതിയൊരു ബ്രോക്കറുമായിട്ടൊരു കണക്ഷനിലേക്ക് വരുവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട്. അതുപോലെ വൈകുന്നേരങ്ങളിൽ കമ്മോഡിറ്റി ട്രേഡിങ്ങിലേക്കായിരിക്കും ഞാൻ മോസ്റ്റ്ലി ഇനി ഫോക്കസ് ചെയ്യുക. രാവിലത്തെ ഡേ ട്രേഡിങ് എനിക്ക് ഈ ഒരു ടൈം വേറൊരു കാര്യത്തിനായിട്ട് അലോക്കേറ്റ് ചെയ്ത് പോയി. അപ്പോൾ 10 to 12 വേറൊരു കാര്യത്തിന് പോകുമ്പോൾ എൻ്റെ മെയിൻ ട്രേഡിങ് അവറാണ്. സോ എനിക്കത് മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. നോക്കാം, ജൂലൈ എവിടെയെങ്കിലും ഞാനത് വരാം. അപ്പോൾ അതിനു മുന്നേ ഈ ഒരു സംഭവങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ആദ്യമേ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. സോ ഗ്ലോബൽ ന്യൂസ് ഡ്രിവൺ ആണ് മാർക്കറ്റ്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് മാർക്കറ്റിനെ നന്നായിട്ട് വാച്ച് ചെയ്യുക. സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കുഴപ്പമൊന്നുമില്ല, ഇൻട്രാഡേ ചെയ്യുന്ന വ്യക്തിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഓപ്ഷൻ ട്രേഡർ ആദ്യത്തെ ഒരു 2 ക്യാൻഡിൽ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. എൻ്റെ കാൽക്കുലേഷനിലാണെങ്കിൽ ആദ്യത്തെ 2 ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതിനാണ്. ഓക്കെ, സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്, അതിൻ്റെ വോൾട്ടൈലിറ്റി കാണും. 13 മിനിറ്റ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ കംപ്ലീറ്റ്ലി ഡേറ്റ കുത്തി നിറച്ചിട്ട് ഉള്ളൊരു സംഭവമാണ്. സോ ഞാൻ ആദ്യമേ ഒരു നോബൽ പ്രൈസിൻ്റെ ഒരു കാര്യം ഞാൻ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. വാർ ഇപ്പോഴും യുദ്ധം ഇന്നലെ രാത്രി വരെയും, ഇന്നലെ ആ ഒരു മിസൈൽ അറ്റാക്ക് ഖത്തറിൽ കൊടുത്തത് വരെയും അത് നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ആ ഒരു സീസ് ഫയറിൻ്റെ ഒരു ടോക്കൊക്കെ അവിടെ വരുന്നത് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. വെനസ്ഡേ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഈ മന്തിൻ്റെ ഫൈനലായിട്ടുള്ള സ്വിംഗ് സ്റ്റോക്ക് എൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് 25,100 മേളിലോ ഇല്ലെങ്കിൽ 25,240 മേളിലാണെങ്കിൽ നമ്മുടെ സ്വിംഗ് ട്രേഡ്സ് എല്ലാം വളരെ മനോഹരമായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ നാളെ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് ഷെയർ ചെയ്തിരിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഏത് ബ്രോക്കറിലാണ് അടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ ബാക്ക് ടെസ്റ്റിങ്ങിനകത്താണ് കുറേ ഡേറ്റാസ് അവിടെ ഉണ്ട്. ഞാൻ മാർക്കറ്റിംഗ് പോലെ പറയുന്നതല്ല, കുറേ നല്ല കാര്യങ്ങൾ ഞാൻ അതിനകത്ത് കണ്ടു. എന്നാൽ വലിയ ബ്രോക്കറേജ് കുറഞ്ഞ ഒരെണ്ണമല്ല, നോർമൽ നമ്മുടെ സാധാരണ ചെയ്യുന്നതന്നെയാണ്. പക്ഷേ ഡേറ്റ കൊള്ളാം, നല്ല ഇൻ്റർഫേസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് സ്വിച്ച് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഫണ്ട് വലിച്ചു, ഞാൻ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് വെളിയിലേക്ക് വലിച്ചിട്ടുണ്ട്. സോ ഒരു ചെറിയൊരു ടൈം, കുറച്ച് തിരക്കിന് ശേഷം ഞാൻ അതിലേക്ക് വരുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇൻ്റർഫേസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ഇട്ട് തരാം. നമ്മൾ കാണുന്ന സംഭവം തന്നെയാണ്, പക്ഷേ കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ
പറയാം, അതിൻ്റെ ബാക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അതുവരെ നിങ്ങൾ കാര്യങ്ങൾ ക്ലിയറായിട്ട് ചെയ്യുക, നല്ല സ്വിങ്ങിലേക്ക് പോവുക. ഫണ്ടമെൻ്റലി ഗുഡായിട്ടുള്ള ന്യൂസിൻ്റെത് കംപ്ലീറ്റ്ലി ഇറാനും ഇസ്രായേലും പറയുന്നത് വരെ ഫുൾ ക്യാപിറ്റൽ ഒരു ഇടത്തും ഡിപ്ലോയ് ചെയ്യരുത്. പകുതി നിങ്ങൾ പാർഷ്യലി മേടിച്ചോ, നമ്മളെന്ന് പറയുന്ന പോലെ പാർഷ്യൽ എൻട്രി എടുത്തോ. 15 മിനിറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് എടുത്താണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.